കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ഇനി വേൾഡ് കപ്പിൽ. അർജന്റീന അവരുടെ കരുത്ത് വീണ്ടും ലോകത്തിനു മുമ്പിൽ തെളിയിക്കുകയാണ്. ലോകകപ്പിലേക്കുള്ള യാത്രയിൽ ആത്മവിശ്വാസം കൂടുതൽ ഉയർത്തിക്കൊണ്ട് അർജന്റീന ഫുട്ബോൾ ടീം സന്നാഹ മത്സരത്തിൽ ഐസ്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ലോക ചാമ്പ്യന്മാർ വീണ്ടും തങ്ങളുടെ ഫോം തെളിയിച്ചത്. സ്കോർ ലൈൻ 3-0 എന്ന് മാത്രം പറയുമ്പോൾ മത്സരത്തിന്റെ കഥ പൂർണ്ണമാകില്ല. തുടക്കം മുതൽ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ കളിയുടെ നിയന്ത്രണം കൈവിടാതിരുന്ന അർജന്റീനയുടെ സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ പ്രകടനമായിരുന്നു ഈ മത്സരം. മത്സരം ആരംഭിച്ച് അധികം വൈകും മുമ്പേ അർജന്റീന തങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കിയിരുന്നു. പന്ത് കൈവശം വെച്ച് ചെറിയ പാസുകളിലൂടെ മുന്നേറുന്ന പതിവ് ശൈലി തുടർന്നവർ ഐസ്ലാൻഡിന്റെ പ്രതിരോധത്തെ തുടർച്ചയായി പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. വെറും 8-ാം മിനിറ്റിൽ തന്നെ അതിന്റെ ഫലം ലഭിച്ചു. ഇടതുവശത്തു നിന്ന് മുന്നേറിയ ആക്രമണത്തിൽ ലഭിച്ച അവസരം കൃത്യമായി മുതലെടുത്ത് വാലന്റീൻ ബാർക്കോ പന്ത് വലയിലെത്തിച്ചു. കീപ്പറിന് യാതൊരു അവസരവും നൽകാതെയായിരുന്നു ആ ഫിനിഷിംഗ്. മൈതാന മധ്യത്തിനടുത്തു വെച്ച് അർജന്റീനക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിക്കുന്നു. ലോസെൽസോ കിക്ക് ചെയ്ത ബോൾ ഐസ്ലാൻഡ് ഗോൾ മുഖത്ത് കാര്യമായ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും ഒരു കൂട്ടപ്പൊരിച്ചിലിന് വഴി തുറന്നു. അതിന്റെ ഒടുക്കമെന്നോണമുള്ള ക്ലിയർ എത്തിപ്പെട്ടത് അർജന്റീനയുടെ യുവതാരം ബാർക്കോയുടെ കാലുകളിലേക്ക്. എന്നാൽ മറുത്തൊന്നും ചിന്തിക്കാതെ ഉതിർത്ത ആ ഇടംകാൽ പ്രഹരം വല തുളക്കുന്നു. മിനിറ്റുകൾ 10 തികയും മുമ്പേ അർജന്റീന വ്യക്തമായ ലീഡ് എടുക്കുന്നു. ആദ്യ 10 മിനിറ്റിനുള്ളിൽ ലീഡ് നേടിയത് അർജന്റീനക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ഗോൾ വഴങ്ങിയതിനു ശേഷം ഐസ്ലാൻഡ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അർജന്റീനയുടെ മിഡ്ഫീൽഡ് നിയന്ത്രണം തകർക്കാൻ അവർക്കായില്ലായിരുന്നു. ഒരു വശത്ത് വേഗതയേറിയ വിങ് പ്ലേയും മറുവശത്ത് മധ്യനിരയിലെ കൃത്യമായ പാസിംഗ് ഗെയിമും ചേർന്നപ്പോൾ ഐസ്ലാൻഡ് താരങ്ങൾ പലപ്പോഴും അതിന് പിന്നാലെ ഓടുന്ന അവസ്ഥയിലായിരുന്നു. ആക്രമണത്തിൽ മാത്രമല്ല, പന്ത് നഷ്ടമായപ്പോൾ അതിവേഗം തിരികെ സ്വന്തമാക്കാനുള്ള അർജന്റീനയുടെ പ്രസ്സിംഗും ശ്രദ്ധേയമായി. ഓരോ പാസിനും സമ്മർദ്ദം സൃഷ്ടിച്ചവർ എതിരാളികൾക്ക് കൗണ്ടർ അറ്റാക്കിനുള്ള അവസരങ്ങൾ പോലും വളരെ കുറച്ചു നൽകി. ആദ്യ പകുതിയിൽ ചില മികച്ച നീക്കങ്ങൾ ഉണ്ടായെങ്കിലും ഐസ്ലാൻഡിന്റെ ഗോൾ കീപ്പർ ചില മികച്ച സേവുകൾ നടത്തി. അതുകൊണ്ട് ഇടവേളക്ക് പിരിയുമ്പോൾ സ്കോർ ബോർഡിൽ 1-0 എന്ന നിലയിലായിരുന്നു. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ അർജന്റീന കൂടുതൽ ആക്രമണപരമായി കളിച്ചു. വേഗതയേറിയ പാസുകൾ, ബോക്സിനുള്ളിലേക്കുള്ള കൃത്യമായ നീക്കങ്ങൾ, തുടർച്ചയായ ഷോട്ടുകൾ എല്ലാം കൂടി ഐസ്ലാൻഡിന്റെ പ്രതിരോധത്തെ തളർത്തുകയായിരുന്നു. അർജന്റീന നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് വേണ്ടിയിരുന്നത് ലയണൽ മെസ്സി എന്ന നായകന്റെ വരവായിരുന്നു. അതിനാണ് ആരാധകർ കണ്ണും നട്ട് കാത്തിരുന്നത്. ഒടുവിലതാ ലയണൽ മെസ്സി മൈതാനത്തേക്ക് ഇറങ്ങി വരികയാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം ലഭിച്ച ലയണൽ മെസ്സി കളത്തിലില്ലായിരുന്നു. ഇത്തവണ ഇതാ അർജന്റീന ഒരു ഗോളിന്റെ ലീഡിൽ നിൽക്കുമ്പോൾ രണ്ടാം പകുതിയിൽ ലയണൽ മെസ്സി പകരക്കാരന്റെ വേഷത്തിൽ മൈതാനത്തേക്ക് ഇറങ്ങുന്നു. അതിനാൽ തന്നെ ഇനി കളി മാറുമെന്ന് ഉറപ്പാണ്. പറഞ്ഞതുപോലെ തന്നെ മധ്യനിരയും കടന്ന് മെസ്സി ലൗത്തറോ മാർട്ടിനസിനെ ലക്ഷ്യമാക്കി ഒരു നീണ്ട പാസ് നൽകുന്നു. ഐസ്ലാൻഡ് ഡിഫൻസ് എല്ലാം ആ പാസിൽ പതറിപ്പോകുന്നു. ആ പാസ് സ്വീകരിച്ച് ലൗത്തറോ മാർട്ടിനസ് ഗോൾ വല ചലിപ്പിക്കാൻ ചിപ്പ് ചെയ്തെങ്കിലും ഐസ്ലാൻഡ് ഗോൾ കീപ്പർ കയറി വന്ന് അയാളെ ഫൗൾ ചെയ്യുന്നു. അർജന്റീനക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുന്നു. കിക്കെടുക്കാൻ അയാൾ നടന്നു വരികയാണ്. അതെ, ലയണൽ മെസ്സി. ഗോൾ കീപ്പർക്ക് ഒരവസരവും കൊടുക്കാതെ പന്ത് വലയിലേക്ക് അയാൾ തൊടുത്തുവിടുന്നു. അർജന്റീന 2 ഐസ്ലാൻഡിന്. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷവും അർജന്റീന ആക്രമണം നിർത്തിയില്ലായിരുന്നു. പകരക്കാരനായി ഇറങ്ങിയ താരങ്ങളെല്ലാം അതേ തീവ്രതയോടെ കളിച്ചു. അതിന്റെ ഫലം 87-ാം മിനിറ്റിലും ലഭിച്ചു. മനോഹരമായ ഒരു ആക്രമണ നീക്കത്തിന്റെ അവസാനത്തിൽ തിയാഗോ അൽമാഡ പന്ത് വലയിലെത്തിച്ചു. ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം യാതൊരു പിഴവും വരുത്താതെ ഗോളാക്കിയ അൽമാഡ അർജന്റീനയുടെ വിജയം കൂടുതൽ മികവുറ്റതാക്കി. ആ ഗോൾ മത്സരത്തിന്റെ അവസാന മുദ്ര പതിപ്പായിരുന്നു. സ്കോർ ബോർഡിൽ 3-0. അർജന്റീനയുടെ ആധിപത്യം പൂർണ്ണമായി പ്രതിഫലിച്ചു. ഈ വിജയം ഒരു സൗഹൃദ മത്സരത്തിലെ ജയമെന്നതിലുപരി ലോകകപ്പിന് മുമ്പ് എതിരാളികൾക്ക് നൽകിയ മുന്നറിയിപ്പാണ്. മെസ്സി ഇപ്പോഴും ടീമിന്റെ ഹൃദയമാണെന്ന് വീണ്ടും തെളിയിച്ചപ്പോൾ യുവതാരങ്ങളും മികച്ച സംഭാവന നൽകി. ബാർക്കോയുടെ ഗോളും മെസ്സിയുടെ പെനാൽറ്റിയും അൽമാഡയുടെ ഫിനിഷിങ്ങും ഓരോ ഗോളും അർജന്റീനയുടെ ആക്രമണ വൈവിധ്യത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ നിന്ന് അവസാന വിസിൽ വരെ നിയന്ത്രണം കൈവിടാതെ കളിച്ച അർജന്റീന ഐസ്ലാൻഡിനെതിരെ 3-0 തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ലോകകപ്പ് വേദിയിലേക്ക് ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെ ഈ പ്രകടനം ഒരു കാര്യം വ്യക്തമാക്കുന്നു. അർജന്റീന ഇപ്പോഴും
കിരീട പോരാട്ടത്തിലെ ഏറ്റവും ശക്തമായ ടീമുകളിലൊന്നാണ്.